സർ എന്താണ് മൈൻഡ് മാസ്റ്റർ? ഞാൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ്, അതുപോലെ ഇപ്പോൾ മൈൻഡ് മാസ്റ്ററുടെ ഒരു ട്രെയിനറാണ്. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താണ് മൈൻഡ് മാസ്റ്റർ? ഓക്കെ, മൈൻഡ് എല്ലാവർക്കും അറിയാം. മാസ്റ്ററി, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് അതിനെ എല്ലാം നല്ലപോലെ അറിഞ്ഞ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നിയന്ത്രിക്കുന്ന അവസ്ഥയ്ക്കാണ് മാസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നോളജ് പ്ലസ് സ്കില്ല് എബൌട്ട് സംതിങ്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ നമ്മൾ പഠിച്ചു, നോളജ് അത് കറക്റ്റ് കൊണ്ടുനടക്കാനായിട്ട്, ബ്രേക്ക് ചവിട്ടാനായിട്ടും മറ്റുള്ളിടത്തൊന്നും അപകടം പറ്റാതെ കൊണ്ടുനടക്കാനായിട്ട് പറ്റുന്ന അത് മാസ്റ്ററി വന്നതുകൊണ്ടാണ്. സോ മാസ്റ്ററി ഈസ് ഓൾവേസ് നോളജ് പ്ലസ് സ്കില്ല്, ഇത് രണ്ടും വരുന്നതുകൊണ്ടാണ്. അപ്പോൾ മൈൻഡിനെ കൊണ്ട് അപ്പോൾ ഈ ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ സംഭവങ്ങളും നോക്കിയാൽ കാണുന്ന വാഹനങ്ങളാണെങ്കിലും ശരി, പ്ലെയിനുകളാണെങ്കിലും ശരി, ട്രെയിനുകളാണെങ്കിലും ശരി, എല്ലാം മനുഷ്യൻ്റെ മനസ്സുകൊണ്ടുണ്ടാക്കിയെടുത്ത മനസ്സിൻ്റെ പ്രൊഡക്റ്റാണ് ഈ കാണുന്നതെല്ലാം. വലിയ കെട്ടിടങ്ങളും എല്ലാം, യുദ്ധോപകരണങ്ങൾ എല്ലാം. അപ്പോൾ അത്രയും പവർഫുള്ളാണ്. അപ്പോൾ ഇന്ന് ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ്, മിസൈൽസ്, റോക്കറ്റ്സ്, ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് വരുന്നില്ല. ലോകത്തിൽ 1% ആൾക്കാർ മാത്രമേ എല്ലാ രാജ്യത്തും നോക്കി അവർ സക്സസ്ഫുൾ ഉള്ളൂ. 1 മുതൽ 2% വരെ സക്സസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ആക്ച്വൽ സക്സസ് വരുന്നത് 1% ആൾക്കാരാണ്. വാട്ട് അബൌട്ട് ദ 98% സക്സസ്ഫുൾ അല്ല. അപ്പം എന്തുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ അല്ലാത്ത? അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? ബ്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണോ? കൈകാലുകളില്ലാത്തതുകൊണ്ടാണോ? അവർ ഹ്യൂമൺ അല്ലാത്തത് കൊണ്ടാണോ? അവർ വേറൊരു പ്രത്യേക ജീനാണോ പ്രവർത്തിക്കുന്നത്? അല്ല. ഈ 1% ആൾക്കാരെ വിജയിപ്പിക്കുന്ന അവരുടെ മൈൻഡാണ്. അപ്പോൾ ഓർഡിനറി ആളിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി ആളിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഞാനൊരു സാധാരണ ഗ്രാമത്തിൽ പറഞ്ഞൊരു സാധാരണക്കാരൻ. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡ് അതുപോലെ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ കൂടെ ഉള്ളവർക്ക് ആർക്കും ആ അവസരം കിട്ടുക. ഒരു മൈൻഡ് ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്രയോജനമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായിട്ടും ഈ മൈൻഡ് മാസ്റ്ററിക്കകത്ത് വരുന്നത് തോട്ട് മാനേജ്മെൻറ്റാണ്. ആദ്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. നമുക്ക് ഈ ഗോൾ സെറ്റ് ചെയ്യാതെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. കോൺസെൻട്രേഷൻ വേണമെങ്കിൽ നമ്മൾ ആദ്യം ഗോൾ ഫോക്കസ് ചെയ്യണം, ഒന്നിലേക്ക്, ഒരു കാര്യത്തിലേക്ക്. അപ്പോൾ ലൈഫിലെ ഒരു ചീഫ് ഗോൾ ഉണ്ടാക്കുക. അതുകൂടാതെ മറ്റു ഗോളുകൾ ലൈക്ക് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, പഠനം, ഇങ്ങനെയൊക്കെയുള്ള ഗോളുകൾ അതെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട്, പക്ഷേ നമ്മൾ ഈ ചീഫ് ഗോളിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. ഈ പഠനങ്ങളും മറ്റു അറിവുകളും ഉണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചീഫ് ഗോൾ നന്നായിട്ട് നടത്താൻ പറ്റും. എന്നാൽ ആ ചീഫ് ഗോളിലേക്ക് തന്നെ നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത്, അത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഒരേ കാര്യം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, അപ്പോൾ ഒരു സാധാരണ ഡ്രൈവർ അയാൾ വണ്ടി ഓടിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ അയാൾ വണ്ടി പഠിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പതിയെ അയാളുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ബ്രെയിൻ ഒരു പെർഫെക്റ്റ് ഡ്രൈവറുടെ ബ്രെയിനായി മാറി. പക്ഷേ അയാൾ വീണ്ടും ആഗ്രഹിച്ച് പ്ലെയിൻ പഠിക്കാനായിട്ട് പോവുക. അപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകാനായിട്ട് ജോയിൻ ചെയ്ത്, അപ്പോൾ ആദ്യം ചെന്നപ്പോഴത്തേക്ക് ഈ കാറിന് ആകെ 3, 4, 5 ഡയലേ ഉള്ളൂ. മറ്റേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 100 കണക്കിന് ഡയലാണ്. ആകെപ്പാടെ കൺഫ്യൂഷനായി. അപ്പം സ്റ്റിയറിങ്ങും അതുപോലല്ല, തിരിച്ചു വിടുന്നതും വളരെ വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ആകെ കൺഫ്യൂഷനായി. ആദ്യത്തെ ദിവസം കൺഫ്യൂഷനാണ് അയാൾ. പക്ഷേ ദിവസങ്ങൾ പോകുമ്പോൾ, ആഴ്ചകളും മാസങ്ങളും പോകുമ്പോൾ ഇതെല്ലാം അയാൾക്ക് കാണാപ്പാടാവും. ഓരോന്നിനും ഓരോ ഇംപ്ലിക്കേഷനുണ്ട്. അയാൾ അങ്ങനെ കുറേ നാൾ ഓടിച്ചു 2-3 വർഷം ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു വലിയ പ്ലെയിൻ, മീൻസ് ഒരു A360 ആയിട്ട് ഇയാൾ ഫ്ലൈ ചെയ്യുവാണ്. അറ്റ്ലാന്റിക് ഓഷൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പറക്കുക. വേറെ ഒന്നും കാണാൻ പറ്റില്ല. അറ്റ്ലാന്റിക് ഓഷൻ്റെ മുകളിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ സമുദ്രം മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾ സ്വന്തം ചിറകുകൾ കൊണ്ട് പറക്കുന്നത് പോലെ തന്നെ ഏറ്റവും മുന്നിലിരുന്ന് അങ്ങ് പോവുക. അപ്പോൾ പ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതല്ല, അയാൾ തിരിയുന്നത് പോലെ അയാൾ അതായി തീർന്നു. അത് ബ്രെയിനിൽ വന്നിട്ടുള്ള ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ബ്രെയിൻ ചേഞ്ച് ചെയ്തു. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച്. അപ്പം അതിനനുസരിച്ച് ബ്രെയിൻ മാറി. അപ്പം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും ആക്കി തീർക്കാനായിട്ട് നമ്മുടെ ബ്രെയിനെ മാറ്റാൻ പറ്റും. 70 വയസ്സിലോ 80 വയസ്സിലോ 90 വയസ്സിലോ നമുക്ക് മാറ്റാൻ പറ്റും. ബ്രെയിനെ മാറ്റാൻ പറ്റും. ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ആക്ഷൻസ് കൊടുത്ത് പോകണം.
അപ്പോൾ ഇതാണ് മൈൻഡ് മാസ്റ്ററിക്കകത്ത്. അപ്പോൾ മൈൻഡിനെ മാസ്റ്റർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മേഖലയിലേക്ക് മാത്രം മൈൻഡിനെ ഉപയോഗിക്കും. ഇപ്പം നിങ്ങൾക്ക് വേണ്ട എന്നാണ് വാട്ട് എക്സാക്ട്ലി യു വാണ്ട്, നിങ്ങൾക്കൊരു നല്ല ജോലിയാണോ വേണ്ടത്, അതിലേക്ക് മൈൻഡിനെ മുഴുവൻ ശക്തിനെ അതിലേക്ക് മാത്രം കൊണ്ടുപോക്കാം. ഇനി നിങ്ങൾക്ക് എബ്രോഡ് പോയൊരു നല്ല കാര്യമാണ് ചെയ്തത്, ഒരു വലിയ ബിസിനസ് വിജയിപ്പിക്കണോ, സകല തോട്ടും അതിലേക്ക് മാത്രം കൊണ്ടുവന്ന് വെച്ച് അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളതിൽ വിജയിക്കുന്നു. റൈറ്റ്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുടുംബജീവിതം വിജയിപ്പിക്കണം. ഇതിനകത്ത് തന്നെ മൈൻഡ് മാസ്റ്ററി പറയുന്നുണ്ട് ഇന്ന റൂളുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതം അബ്സല്യൂട്ട്ലി റിലേഷൻഷിപ്പ് വളരെ ഇൻറ്റൻസ് ആയിരിക്കും. ഇനി അതല്ല, ഞാനിപ്പോൾ മൈൻഡ് മാസ്റ്ററിക്കകത്ത് പറയുമ്പോൾ ഈ സെക്സ് ലൈഫ് പോലും എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്നും ഒരു 5 ടൈംസ് ഇതിലോട്ടൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ആ റൂളുകൾ, മൈൻഡിൻ്റെ റൂളുകൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും, ആ പഠനങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് സെക്സ് ലൈഫ് പോലും അതിൻ്റെ ഹാപ്പിനെസ് 10 ടൈംസിലേക്ക് വളർത്താനായിട്ട് പറ്റും. അതുപോലെ ഇത് തന്നെയാണ് നമ്മൾ ബിസിനസ്സിലാണേലും മണി മേക്കിങ്ങിലാണേലും ശരി, സ്പിരിച്വാലിറ്റിയിലാണെങ്കിലും ശരി, ചാരിറ്റിയിൽ മൈൻഡിനെ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആക്കുക. റോക്കറ്റ് പോലെ ഒരു സംഭവത്തിലേക്ക് മാത്രം മൈൻഡിനെ ആക്കി വിട്ട് കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ പോകുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവഗണിക്കണം. അപ്പോൾ ഞാനൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ് 1/999 ഒരു കാര്യത്തെ ശ്രദ്ധിക്കുമ്പം 999 കാര്യത്തോട് നമ്മൾ നോ 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 എന്ന് പറയുന്നുണ്ടാവും, നമ്മളത് ഒഴിവാക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നതിനകത്ത് നമ്മുടെ ഇമാജിനേഷൻ വളർത്തുക, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് ആദ്യം, ഞാനപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ പറയും, നിങ്ങളിത് കണ്ടിട്ട് പ്രോഗ്രാമിന് വരുവാണെങ്കിലും ചെയ്യേണ്ടത്, വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, ഇല്ല പിന്നെ ഓൺലൈനിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ആദ്യം ചെയ്തു വെക്കേണ്ടത് നിങ്ങളുടെ 10 പ്രോബ്ലംസ് എഴുതണം. ആ 10 പ്രോബ്ലംസ് എഴുതി കഴിഞ്ഞ് അത് തീരും. നിങ്ങൾ എഴുതിയേക്കുന്ന പ്രോബ്ലം അതൊരു മാജിക്ക് പോലെ. തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ എഴുതിയ ഒരാളാണ്. 10 പ്രോബ്ലംസ് ഇങ്ങനെ എഴുതണം. ആ 10 ചിലപ്പോൾ കടമായിരിക്കും പ്രോബ്ലം, കുടുംബബന്ധം ശരിയാകാത്തായിരിക്കും, എന്തായാലും 10 പ്രോബ്ലംസ് എഴുതണം. അത് കഴിഞ്ഞ് പിന്നെ 10 ഗോളുകൾ എഴുതണം, ലക്ഷ്യങ്ങൾ. ഈ വർഷം എനിക്ക് സാധിക്കേണ്ടുന്ന 10 കാര്യങ്ങൾ. അപ്പം ഈ പ്രോഗ്രാം മുഴുവൻ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ 10 പ്രശ്നങ്ങൾ, ആ പെയിൻസ് ഇല്ലാതാക്കാനും എലിമിനേറ്റ് ചെയ്യാനും ഈ 10 കാര്യങ്ങൾ നേടാനും അച്ചീവ് ചെയ്യാനും ഈ കാര്യത്തിനാണ് നമ്മളത് മൈൻഡ് മാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഈ ക്ലാസ്സിൽ വന്നിരുന്നുകൊണ്ട് മാത്രമല്ല, അത് 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്ത് അതിനെല്ലാം റെക്കോർഡിങ്സും എല്ലാം തന്നാണ് ഇവിടുന്ന്. ഓൺലൈനിൽ ചെയ്യുന്ന ആൾക്കാർക്കും മെഡിറ്റേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ഒരു ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ഈ 90 ഡേയ്സ് പോയി കഴിയുമ്പോൾ ലൈഫ് ടോട്ടലി ചേഞ്ചായി. പഴയ രീതിയല്ല, നമ്മൾ ഗോളിൽ തന്നെ എത്തിക്കോളും. നമ്മുടെ തോട്ടൊക്കെ ഈ ലക്ഷ്യങ്ങളൊക്കെ ലേസർ ഷാർപ്പ് ക്ലാരിറ്റി ആവും. പിന്നെ ലൈഫിൽ അബണ്ടൻസ് വരാൻ തുടങ്ങും. ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ പറ്റില്ല. പിന്നെ നമുക്കൊരു ഒരു റോഡ് മാപ്പ് ഉണ്ട്, അതിലൂടെ മാത്രമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നമ്മളിതിൻ്റെ ട്രെയിനേഴ്സിനെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 132 ട്രെയിനേഴ്സാണുള്ളത്. ഞാനതിനകത്ത് എപ്പോഴും ട്രെയിനിങ് കൊടുക്കുമ്പോൾ ട്രെയിനിങ് കൊടുത്ത് എല്ലാവരും ഒന്നും വിജയിച്ചിട്ടൊന്നുമില്ല, പക്ഷേ വിജയം വളരെ കൂടുതലാണ്. ബാക്കിയുള്ള ആരുടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന് വിജയസാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എപ്പോഴും ഞാൻ നോക്കുമ്പോൾ വരുന്ന എല്ലാവർക്കും കൊടുക്കില്ല. ഞാൻ ഒരുപാട് റിജക്റ്റഡ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, മറ്റുള്ളവർക്ക് ഹാംഫുള്ളായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവരെ ഞാൻ ഒഴിവാക്കും. അവർക്ക് വേറെ എവിടെയാണെങ്കിലും പോയി എടുക്കാം, പക്ഷേ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട്. പക്ഷേ അല്ലാത്ത ഇപ്പോൾ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇപ്പം മൈൻഡ് മാസ്റ്ററിക്കകത്ത് വരാം, പക്ഷേ അതിൻ്റെ ട്രെയിനർ ആകാനായിട്ട് നമ്മൾ സൗകര്യം കൊടുക്കാറില്ല. ഓക്കെ. അപ്പം അതല്ലെങ്കിൽ നമുക്ക് BMSനകത്ത് വരാം, സെയിൽസ് മാസ്റ്ററിൽ വരാം. അതിൽ നിന്ന് വന്നിട്ട് അവർക്ക് നേരെ വന്നൊരു നമ്മുടെ ഒരു ട്രെയിനർ ആകാനുള്ള അവസരം കൊടുക്കാറില്ല. കാരണം അവർ സൊസൈറ്റിക്ക് ഹാംഫുള്ളാവും. അതുകൊണ്ട് തന്നെയാണ് കൊടുക്കാത്തത്. അപ്പോൾ ആ ഒരു ഇത് ചെയ്തതിന് ശേഷം കൊള്ളാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ, കാരണം ഞാൻ തന്നെ ഒന്നും പഠിപ്പിച്ച് ലോകത്തിൻ്റെ ഒരു മൂലയിലും എത്തൂല. അപ്പം പ്രത്യേകിച്ച് ഈ ഓൺലൈൻ തുടങ്ങിയതിന് ശേഷമാണ് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് റീച്ച് കൂടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിതിനകത്ത് പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് മൈൻഡും ബ്രെയിനുമായിട്ടുള്ള ബന്ധം എന്താണ്, ഏതൊക്കെ ടൈപ്പ് മൈൻഡുണ്ട്, പിന്നെ അതിനകത്ത് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക,
നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മെച്ചപ്പെടുത്താം, പിന്നെ അതുപോലെ മൈൻഡും വെൽത്തുമായിട്ട് എങ്ങനെയാണ്, തോട്ട് മാനേജ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ടൂൾസ് ഓഫ് മൈൻഡ് റീപ്രോഗ്രാമിങ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 72 ടൂൾസ് ഉണ്ട് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാവുന്നത്. പക്ഷേ അതിനകത്ത് ഒരു 10 നമുക്ക് എല്ലാം കൂടെ പഠിച്ച് തീരത്തില്ല. അതിനകത്ത് ഒരു 10 വരെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 10 നമ്മളിതിനകത്ത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ്. പിന്നെ അത് നമ്മൾ പഠിക്കുന്നത് മാനേജിങ് ഇമോഷൻസ്, നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസിലെ ഇമോഷണൽ മാനേജ്മെൻറ്റ്, പിന്നെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യാനായിട്ട്. മൈൻഡിനകത്ത് മാലിന്യങ്ങൾ കിടക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് പല കഷ്ടതയും പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാനായിട്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്താണ്, നമുക്കത് വല്ലതും ഉണ്ടോ, അത് കൂടിപ്പോകുന്നുണ്ടോ. പിന്നെ മൈൻഡ് ആൻഡ് ഹെൽത്ത്, മനഃശക്തി ഉപയോഗിച്ച് നമുക്ക് നല്ല ഹെൽത്ത് എങ്ങനെയാണ്. പിന്നെ എങ്ങനെയൊക്കെ നമുക്കൊരു ഗോൾ കറക്റ്റ് സെറ്റ് ചെയ്യുക. എന്നാൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതി ചുമ്മാ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ. നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം, പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് വർത്തിയാണോ, ലൈഫ് മിഷനുമായിട്ട് ചേരുന്നതാണോ, ആൻഡ് എന്താണ് നമ്മുടെ വിഷൻ എന്താണ്, ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ മൈൻഡ് ആൻഡ് സക്സസ്, മനസ്സുപയോഗിച്ചുകൊണ്ട് വലിയ വിജയങ്ങൾ എങ്ങനെ നേടാം. പിന്നെ നമുക്ക് ഈ ഡിസിഷൻസ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ ഷാർപ്പാകാനായിട്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ സ്മാർട്ട് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ്. പിന്നെ നമുക്ക് ലേസർ ഷാർപ്പ് കോൺസെൻട്രേഷൻ എങ്ങനെ കൊണ്ടുവരാം, ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അപ്പം ലിമിറ്റിംഗ് ബിലീഫ്സ് എങ്ങനെ മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളവർക്ക് നമ്മളിലേക്ക് ട്രസ്റ്റ് എങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ലൈഫിനെ മൊത്തം ഒരു ചേഞ്ചസിലൂടെ എങ്ങനെ, നമ്മൾ മാത്രമല്ല ചുറ്റുവട്ടത്തുള്ളവരെയും ഇങ്ങനെ ഒരു ചേഞ്ചസിലൂടെ നമ്മളെപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകുമായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ മനസ്സ് കണക്ക് കൂട്ടുന്ന ഓരോ ടാർഗറ്റുകളും 1 by 1 ആയിട്ട് നമ്മൾ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതാണ്, അതിൽ ഹെൽത്ത് അച്ചീവ് ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ എന്താ സെക്സ് ലൈഫ് എൻഹാൻസ് ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ ടാർഗറ്റുകളും കടന്ന് ലവ് എൻഹാൻസ് ചെയ്യുന്നതാണ്, പീസ് എംബറൈസ് ചെയ്യുന്നതാണ്, അതല്ലെങ്കിൽ നല്ല ഹാബിറ്റുകൾ നമ്മളിൽ പ്ലാൻ ചെയ്യുന്നതാണ്. പിന്നെ അതും അല്ലെങ്കിൽ ഓപ്റ്റിമം പെർഫോമൻസ് എങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ അത് നമുക്ക് ഈ ഓഫീസിലുള്ളവരെയൊക്കെ ഇതിനകത്ത് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഓപ്റ്റിമം പെർഫോമൻസ് കൊണ്ടുവരാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ലിമിറ്റിംഗ് ബിലീഫിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുത്തിട്ട് അതിന് എംപവറിങ് ബിലീഫായിട്ട് മാറ്റാൻ എങ്ങനെ പറ്റും. പിന്നെ എങ്ങനെയാണ് പോസിറ്റീവ് എനർജി എവറി ഡേ നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റിയ മെത്തേഡുകൾ, അത് നമുക്ക് എങ്ങനെ റിയാലിറ്റിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ ഉപയോഗിക്കുന്നതിന് പകരം അതിൻ്റെ ചില എലമെൻറ്റ്സൊക്കെ നമുക്ക് ജീവിതത്തിൽ വിജയത്തിന് വലിയ ആക്സലറേറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇമോഷൻസിനെ മൊത്തമേ മാസ്റ്റർ ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ജോയ്ഫുള്ളായിട്ടുള്ള ലൈഫ്, എന്തിനാ സങ്കടപ്പെട്ട് ജീവിക്കുന്നത്. പിന്നെ ബെറ്റർ ഒരു ബ്ലൂ പ്രിൻ്റ്. അതുപോലെ തന്നെ നമുക്ക് അഥവാ ഈ ദുഃഖം വരാത്തവരാരും ഉണ്ടാവില്ല. ദുഃഖം വന്നാൽ താഴേക്കെറിഞ്ഞൊരു പന്ത് പോയിട്ട് പോകുന്ന പോലെ തന്നെ റെസീലിയൻസ് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുക. പിന്നെ നമുക്ക് പോകുന്ന വഴിക്കുള്ള ഓബ്സ്റ്റക്കിൾസൊക്കെ മാറ്റി, പിന്നെ നമുക്ക് കൃത്യമായൊരു ഗോള്, ഒബ്ജക്റ്റ്, ഡ്രീം അതിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് ഒരു ഗോളിന് വേണ്ടി ഗോള് മനസ്സിൽ കണ്ട് യാത്ര ചെയ്യുമ്പോഴാണ്. ഈ ഗോൾ സെറ്റ് ചെയ്തിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം കൂടും, ജോയ്ഫുള്ളാവും. അതേപോലെ തന്നെ നമുക്ക് ഈ തോട്ടിൻ്റെ എനർജി വളരെ ഷാർപ്പാകാനായിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ പല തോട്ടുകൾ വരുന്നതിന് പകരം ഒരു തോട്ട്. അപ്പോൾ ഈ 68 സെക്കൻഡ് പ്യുവർ തോട്ട് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളുണ്ട്. നമ്മൾ പ്യുവർ തോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മനസ്സുണ്ടാക്കി കൊണ്ടുവരുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഇനി നമുക്കതുപോലെ തന്നെ ഈ എപ്പോഴും ഈ ഡിസിഷൻ മേക്കിങ്, നമ്മളെടുക്കുന്ന ചോയ്സസ്, അപ്പോൾ ഇപ്പോൾ ഒരു ഷെയർ വില താഴുവോ പൊങ്ങുമോ എന്നൊക്കെ നമുക്കറിയണമെങ്കിൽ ഏറ്റവും നല്ലതാ അല്ല ഇൻഡ്യൂഷൻസാണ്. നമുക്ക് ഇൻഡ്യൂഷൻസ് പലപ്പോഴും ഇൻഡ്യൂഷൻസ് ഉപയോഗിച്ചുണ്ട്
അപ്പോൾ നമുക്ക് ഓരോ സമയത്തും നമുക്ക് എങ്ങനെ സ്ട്രോങ് ആകാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീരുമല്ല. ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാരണം ഈ മൈൻഡ് മാസ്റ്റർ നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഞാനൊരു കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് മൈൻഡിനെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു റിസർച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 1% പോലും നമുക്ക് ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തീരുമില്ല. ഇതൊരു യാത്രയാണ്. ചില ആൾക്കാർ 10-15 വർഷമായിട്ട് ഞാനുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു പേഴ്സണൽ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനായിട്ട്, പീക്ക് പെർഫോമൻസ് ഉണ്ടാക്കാനായിട്ട്, പ്രൊഫഷണൽ ഗ്രോത്തും എക്സലൻസും നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിനെല്ലാം നമുക്ക് മൈൻഡ് മാസ്റ്ററി വളരെ സഹായമായിരിക്കും. പിന്നെ ഇതെപ്പോഴും നമുക്ക് എല്ലാ സ്ഥലത്തും പോയി എടുക്കാനും ടൈം കിട്ടില്ല. കാരണം ആവശ്യക്കാർ ഒരുപാട് പേര് അവർ ചെതറിക്കിടക്കുകയാണ്. അല്ലെങ്കിൽ അവർ ഒരുപാട് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരണം. നേരത്തെ ആകുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി പല രാജ്യങ്ങളിലൊക്കെ പോയി എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഞാനൊരു റൊട്ടീനാക്കിയിട്ട് ആൾക്കാർ ഇതൊന്നും പഠിച്ചതിന് ശേഷം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് നേരിട്ടെടുക്കാമെന്നുള്ള ഇതാണ്. പിന്നെ മൈൻഡിനെ നമ്മൾ കംപ്ലീറ്റ് ഫൊർഗീവ്നെസ് അതൊരു വലിയ സംഭവമാണ്. അതായത് ഈ എന്നോട് ദ്രോഹം ചെയ്ത ആൾക്കാർക്ക് അവരോട് ഞാൻ ഫൊർഗീവ് ചെയ്യുന്നു. പക്ഷേ എന്നും പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ പുറകെ കൊണ്ട് ഇടിച്ചിട്ട് ഞാൻ കേസെടുക്കാതിരിക്കത്തില്ല. കാരണം അത് ഞാൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വണ്ടിയുടെ പുറകെ കൊണ്ടിടിക്കും. പക്ഷേ അയാളോട് വ്യക്തിപരമായിട്ടൊരു ദേഷ്യവും കാണത്തില്ല. എൻ്റെ സ്ഥലത്തിലേക്ക് കയറ്റി വെച്ച് മതിൽ കെട്ടി, എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും കാണത്തില്ല. പക്ഷേ അത് കേസെടുക്കുകയും കോമ്പൻസേഷൻ വാങ്ങിക്കുകയും എല്ലാം ചെയ്യും. ആ പ്രോസസ്സെല്ലാം പോകും. പക്ഷേ എന്നാലും അയാളെ കണ്ടാൽ ചിരിക്കാനോ കുട്ടികൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാനോ അയാളൊരു അസുഖമായിട്ട് അളന്ന് വീണ് അയാൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനൊക്കെ അതിനെല്ലാം ഞാൻ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോയി ഡിവോഴ്സൊക്കെ വാങ്ങിക്കുന്ന ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പിണങ്ങി ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതായിട്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ അതിന് പകരം എന്താണ് സംഭവിച്ചു പോയി, അവരോട് വ്യക്തിപരമായിട്ട് ശകലം പോലും ദേഷ്യമില്ല. അപ്പോൾ അവരോടൊരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ജീവിക്കുക. കാരണം അത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് നന്മ കൊണ്ടെത്തുന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നമ്മൾ അവരോടൊരു ഗ്രാറ്റിറ്റ്യൂഡോട് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ മീനിങ് മാറി. ഫൊർഗീവ്നെസ് കൊടുത്തു, ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ എല്ലാത്തിനോടും ഒരു അൺകണ്ടീഷണൽ ലവ്. എല്ലാ ആൾക്കാരോടും എന്നെ ഇങ്ങോട്ട് നന്മ പറയുകയോ എന്നെ സപ്പോർട്ട് ചെയ്യുകയോ സഹായിക്കുകയോ ഒന്നും വേണ്ട. എന്താണ് എനിക്കുള്ളത്? നന്മ പറയുക എന്നത് മാത്രമാണ് എനിക്കുള്ള കൊടുക്കാനായിട്ട് പറ്റുന്നത്. എപ്പോഴും നന്മ പറയുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ ഒരു അപ്പം ആ ഒരു സ്റ്റേജിൽ അപ്പം ഞാനെന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ അങ്ങനെ കൊണ്ടാക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദുഃഖം ഇല്ലാതാവും, ദുഃഖങ്ങളെ ഇല്ലാതാവും. ജോയിയസ് ആയിട്ട് നമുക്ക്. പിന്നെ മെഡിറ്റേഷനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. മെഡിറ്റേഷൻ്റെ നമ്മളുടെ അപാരതകൾ സയൻറ്റിഫിക് മെഡിറ്റേഷനാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്, അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ മീനിങ് അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട്. നമ്മളങ്ങനെ ഈ മൈൻഡ് മാസ്റ്ററി നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് അതൊരു 90 days കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക് മെഡിറ്റേഷനാണ് ചെയ്യുന്നത്, റിലീജിയസ് മെഡിറ്റേഷൻ അല്ല. സയൻറ്റിഫിക് മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സയൻറ്റിഫിക്കലി സ്ട്രക്ചേർഡ് മെഡിറ്റേഷനാണ്. അപ്പം അത് നമ്മൾ ആ ഒരു സജഷൻസ് ഇങ്ങനെ കേട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് പോവുക. അപ്പം ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ മെഡിറ്റേഷൻ നമുക്ക് ഇഫക്റ്റീവായി തുടങ്ങും. അപ്പോൾ അത് നമുക്ക് വരുത്തുന്ന മാറ്റങ്ങൾ ഒരുപാട് മാറ്റമുണ്ട്. നമ്മുടെ ബോഡിയിലെ കെമിസ്ട്രി എല്ലാം ബാലൻസ് ചെയ്യും, സ്ട്രെസ്സും എല്ലാം മാറും. അപ്പം വെൽനെസ് വരും. നമുക്ക് ഒരു കാര്യത്തിലേക്ക് മാത്രം ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റാണ്. അപ്പോൾ അതും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. ഓൾ ഇൻ വൺ. ഇതിനകത്തൊരു 1000 ബുക്ക് വായിക്കുന്ന കഴിഞ്ഞ് ഇതിലാണ് നമ്മൾ ഒറ്റ ഇതിനകത്തോടെ തന്നെ കാര്യങ്ങളെല്ലാം കിട്ടുക. കാരണം ഇതെല്ലാം ഞാൻ ഉപയോഗിച്ച് അതിൽ നിന്ന് മാക്സിമം റിസർച്ച് ചെയ്ത് പിന്നെ എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയത് എല്ലാം ഉൾപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് ഉപയോഗിച്ച് നോക്കിയിട്ടിത് അതിന് ശേഷം പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും. ഓൾ ദി ബെസ്റ്റ്.